നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ തൊഴിൽ കരാറുകളിലെ നിബന്ധനകൾ പുതിയ നിയമങ്ങൾക്കനുസൃതമായി മാറ്റം വരുത്താനുള്ള സമയപരിധി ദീർഘിപ്പിച്ചു. രാജ്യത്തെ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. തൊഴിൽ കരാറുകളുടെ കാലപരിധി നിജപ്പെടുത്തിക്കൊണ്ടുള്ള പരിഷ്കാരമാണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. അതുകൊണ്ടുതന്നെ നിശ്ചിത കാലയളവ് നിജപ്പെടുത്താതെ അനിശ്ചിതകാലത്തേക്ക് ഒപ്പുവെച്ചിട്ടുള്ള തൊഴിൽ കരാറുകൾ നിയമമനുസരിച്ച് ഇനി മാറ്റേണ്ടിവരും. 2023 ഡിസംബർ 31 വരെയാണ് പുതിയ നിയമങ്ങൾക്ക് അനുസൃതമായി കരാറുകളിൽ മാറ്റം വരുത്താൻ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം സമയം അനുവദിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ വർഷം ഫെബ്രുവരി 2-ാം തീയതിയാണ് രാജ്യത്ത് പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഇതനുസരിച്ച് എല്ലാ തൊഴിൽ കരാറുകളും നിശ്ചിത കാലയളവിലേക്ക് ആയിരിക്കണം. പരമാവധി 3 വർഷം വരെയാണ് തൊഴിൽ കരാറുകൾക്ക് കാലാവധി വയ്ക്കാനാകുന്നത്. തൊഴിലുടമയും തൊഴിലാളിയും അംഗീകരിക്കുന്ന പക്ഷം സമാനമായ കാലാവധിയിലേക്കോ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ കാലാവധിയിലേക്കോ കരാറുകൾ ദീർഘിപ്പിക്കാനോ അല്ലെങ്കിൽ പുതുക്കാനോ സാധിക്കും. തൊഴിൽ കരാറിന്റെ കാലാവധി കഴിഞ്ഞ ശേഷം പ്രത്യേക കരാറുകൾ ഇല്ലാതെ തൊഴിലാളിയും തൊഴിലുടമയും പിന്നെയും തുടരുകയാണെങ്കിൽ ആദ്യമേയുള്ള കരാർ അതേ വ്യവസ്ഥകളോടെ തന്നെ ദീർഘിപ്പിച്ചതായി കണക്കാക്കും. കരാർ പുതുക്കുകയും കാലാവധി ദീർഘിപ്പിക്കുകയും ചെയ്താൽ പുതുക്കിയ കാലയളവ് കൂടി തുടർച്ചയായ സർവീസായി കണക്കാക്കും. പ്രത്യേക കാലാവധി നിശ്ചയിക്കാത്ത തൊഴിൽ കരാറുകൾ പുതിയ തൊഴിൽ നിയമം പ്രാബല്യത്തിൽ വന്ന് 1 വർഷത്തിനകം തന്നെ വ്യവസ്ഥകളും നിബന്ധനകളും പാലിച്ച് നിശ്ചിത കാലാവധി നിജപ്പെടുത്തിയ കരാറുകളാക്കി മാറ്റണമെന്നാണ് വ്യവസ്ഥ. രാജ്യത്തെ മന്ത്രിസഭയ്ക്ക് പൊതുജന താൽപര്യം മുൻനിർത്തി ഈ കാലാവധി ദീർഘിപ്പിക്കാൻ നിയമം അനുമതി നൽകുന്നുണ്ട്. പുതിയ തീരുമാനപ്രകാരം സ്വകാര്യ മേഖലയിലെ തൊഴിൽ കരാറുകൾ നിശ്ചിത കാലയളവ് നിജപ്പെടുത്തി പരിഷ്കരിക്കുന്നതിന് 2023 അവസാനം വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം UAE-യിലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള ചില തൊഴിലാളികളെ നാടുകടത്തുന്നത് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ റിപ്പോർട്ടും അവരുടെ ആരോപണങ്ങളും തെറ്റാണെന്ന് UAE വിദേശകാര്യ രാജ്യാന്തര സഹകരണ മന്ത്രാലയത്തിലെ മനുഷ്യാവകാശ വകുപ്പ് അറിയിച്ചു. പരിമിതമായ എണ്ണം തൊഴിലാളികളെ അറസ്റ്റ് ചെയ്ത് നാടുകടത്തുന്നത് നിയമപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായാണ് നടപ്പിലാക്കിയത് എന്നും എല്ലാ തൊഴിലാളികളും നിയമപരമായ തൊഴിൽ കരാറുകൾക്ക് വിധേയരാണ് എന്നും അൽ ഹബ്സി അഭിപ്രായപ്പെട്ടു. ഇത് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ്. ബന്ധപ്പെട്ട കക്ഷികൾ ഈ കരാറുകളുടെ നിബന്ധനകൾ പാലിക്കണം. തൊഴിലാളിയുമായുള്ള കരാർ ബന്ധം അവസാനിപ്പിക്കുന്നത് കരാറുകളിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യകതകൾക്ക് അനുസൃതമായിരിക്കണം. ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പൂർണ്ണ സുതാര്യതയ്ക്ക് UAE പ്രതിജ്ഞാബദ്ധമാണെന്ന് അൽ ഹബ്സി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.